ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെയ്യ് അതിനകത്തോട്ട് ഇട്ട് നമ്മൾ മുന്തിരി ഇടാം. മുടിയൊക്കെ ഫ്രണ്ടോട്ടിട്ട് നാഗവല്ലിയാണ് പുറത്ത് പോകണം. ചൂട്ടെടുക്കാൻ പോകണം ഗൈസ്. കമോ ചൂട്ട് കണ്ട, നമുക്ക് ചൂട്ടെടുക്കണ്ടേ ബിരിയാണി വെക്കാൻ. അപ്പോൾ നമ്മൾ ചൂട്ടെടുക്കാൻ പോയി. നമുക്ക് മല്ലിയില പറിക്കാനാണ് നമ്മൾ ഈ കാട്ടിലോട്ട് നടന്നു പോകുന്നത് ഗൈസ്. ഇത് നമ്മുടെ ലതാമയുടെ തോട്ടാവും. പക്ഷേ ആഫ്രിക്കൻ മല്ലിയാണ് ഗൈസ്. ഇത് നമുക്ക് 2 തണ്ട് മതി. നമ്മുടെ വീട്ടിലെ ഫ്രഷ് മല്ലിയിലയാണ് ഗൈസ്. ആഫ്രിക്കൻ മല്ലിയാന്നൊക്കെ പറയുന്നു, എനിക്കറിയത്തില്ല ഗൈസ്. നമുക്കിവിടെ വേപ്പില കൃഷിയാണ്. നോക്കി എല്ലാം പോയി ഗൈസ്. പക്ഷേ ഇത് മൊത്തം വേപ്പിലാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇല്ലാത്ത കൃഷിയില്ല. അതേ കിട്ടി പച്ചമുളക്. എല്ലാം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കെന്താ മതി ചെറിയത് 2 തണ്ട് വേപ്പിലയും കൂടെ പറിക്കാം. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. വേപ്പില ഇടാറില്ല, പക്ഷെ നമ്മൾ ഇന്ന് വെറൈറ്റി ബിരിയാണിയാന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ വേപ്പില ഇടും. നമ്മൾ ചൂട്ട് വെക്കാണ് ഗൈസ്. കഷ്ടപ്പെടുന്നുണ്ടോ ഗൈസ്? ഇപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. ഫ്രൈ ചെയ്തെടുക്കണം ഗൈസ്. കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ലേശം ഉപ്പിടാൻ നമുക്ക്, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇവിടെ നാരങ്ങ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിനകത്ത് നാരങ്ങ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഓറഞ്ചാണ് ഗൈസ്, നാരങ്ങയല്ല. നമ്മളെ ലജിത പറ്റിച്ചതാണ് ഗൈസ്. ഇത് ബുഷ് ഓറഞ്ച് എന്ന് പറയും. റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്? ഒരുപാട് മുളക്, സബോളയാണ് ഗൈസ് ഇടുന്നത്. സബോള. ഇനി അത് വെറൈറ്റി ചെത്തി. ഇതാണ് നമ്മുടെ ചെമ്പക. കറുവപ്പട്ട നല്ല ഫ്രഷ് വെള്ളമാണ് ഞങ്ങളിപ്പം നിറച്ച് വെച്ചോളൂ. കറുവപ്പട്ടയാണ് ഇപ്പൊ കീറി. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ഗൈസ്. ഫസ്റ്റ് ഇട്ടത് മഞ്ഞപ്പൊടിയാണ് ഗൈസ്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി. നെക്സ്റ്റ് മുളക് പൊടി ഇടാം. മുളക് പൊടി, പെരിഞ്ചീരം, ഗരം മസാല. നമുക്കെല്ലാം കൂടി അതിനകത്തൊരു തട്ടാം. എന്നിട്ട് നമുക്ക് മൂത്ത് കഴിയുമ്പോൾ മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്ക് മുട്ടയുമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഇടാം, കിഴങ്ങ്. കിഴങ്ങുമായിട്ട് മസാല മിക്സ് ആക്കി എടുത്തിട്ടുള്ളൂ. സൂപ്പർ ഗൈസ്. നമ്മളിനി ഇത് കണ്ടോ, ഇതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്വല്പം വെള്ളം ഒഴിക്കാം ഗൈസ്. നമുക്ക് അത് വേകാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൊടുത്തിട്ട് അങ്ങനെ പൊത്തി വെക്കണം ഗൈസ്. നമുക്കൊരു 5 to 10 minutes വെച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില, നമ്മള് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോള. നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയി ഗൈസ്. ഇവിടെ വന്നില്ലല്ലോ അവള്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ദം ബിരിയാണി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ വെറൈറ്റി ബിരിയാണി ഗൈസ്. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇപ്പം കഴിച്ചു നോക്കിയിട്ട് പറയാം. കഴിച്ചു നോക്കാനാമികെ. അമ്മ കഴിച്ചിട്ട് കറക്റ്റ്. കൊള്ളാം ഗൈസ്, കൊള്ളാം, സൂപ്പർ.
ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മള് കറക്റ്റ് കാര്യം പറയണം. കൊള്ളത്തില്ലെന്ന് പറയണം. അടി കൊള്ളാടി, സൂപ്പർ അടി. ആണോ? നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? സീരിയസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അച്ചാറാണ് ദേ, കൊള്ളാവാ? കഴിച്ചു, കഴിക്ക്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യണം ഗൈസ്. കഴിഞ്ഞു ഗൈസ് പറഞ്ഞ എല്ലാരും സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണം. ചെയ്ത് നോക്കാം. മസ്റ്റ് ആയിട്ട് വേണം. മസ്റ്റ് ആയിട്ടാണ് ഗൈസ്. സൂപ്പർ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്. കാറ്റ് കൊടുക്കുന്നത്. ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ശാന്തിയമ്മയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ് ഗൈസ്. എങ്ങനെയുണ്ട് പറ, എങ്ങനെയുണ്ട് അഭിപ്രായം പറ. ശാന്തിയമ്മയുടെ അഭിപ്രായം കേട്ടില്ല. കൊള്ളാം ഗൈസ്. എല്ലാവർക്കും